presence of my Savior. Spirit, lead me where my trust is without borders. Let me walk upon the water. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എപ്പോൾ പ്രാർത്ഥിക്കണം എന്നാണ്. എന്നോട് എല്ലാവരും ചോദിക്കുന്നത് ഏത് സമയത്ത് പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ കൺവീനിയൻറ്റ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ടൈം ആ സമയത്ത് പ്രാർത്ഥിക്കുക. ഇന്ന സമയം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഒരു കാര്യം, ഇതിപ്പോൾ നിങ്ങൾക്ക് രാവിലെ ആണെങ്കിൽ രാവിലെ പ്രാർത്ഥിക്കുക, വൈകിട്ടാണ് സൗകര്യമെങ്കിൽ വൈകിട്ട് പ്രാർത്ഥിക്കുക, പകൽ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ പകൽ ഏതെങ്കിലും സമയങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഫ്രീ ആവുന്ന സമയം നോക്കിയിട്ട് ആ സമയത്ത് പക്ഷേ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും പാടില്ല. അതേ ഉള്ളൂ കാര്യം ശ്രദ്ധിക്കേണ്ടത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ചിലരെ നിർബന്ധിച്ച് നമ്മൾ രാവിലെ പ്രാർത്ഥിപ്പിച്ച് കഴിഞ്ഞാൽ 2 ദിവസം അവർ പ്രാർത്ഥിക്കും, 3-ാം ദിവസം ആകുമ്പോൾ ഉറങ്ങി അവർ പോകും. പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല അവർക്ക്. രാത്രി ചിലർക്ക് ഉറക്കം നിൽക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുപോലെ രാത്രി പ്രാർത്ഥിക്കുന്ന ഞാൻ ആ ടൈം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺവീനിയൻറ്റ് ടൈം നിങ്ങൾ തിരഞ്ഞെടുക്കുക. പക്ഷേ ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം അത്. ഇപ്പം ഞാൻ എൻ്റെ രക്ഷിക്കപ്പെടുന്ന നാളുകളിൽ ഞാൻ ഒരു തീരുമാനം എടുത്തു, ദൈവത്തോട് കൂടെ നടക്കണം, ദൈവത്തെ അറിയണം, അങ്ങനെ ആ ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനം എടുത്തു. ആ സമയത്ത് ഞാൻ ചെയ്തത് കൺസിസ്റ്റൻ്റായിട്ട്, അതായത് എന്നും രാത്രി 7 മണിയാകുമ്പോൾ ഞാൻ കോളേജിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മയൊക്കെ സഹായിച്ചൊക്കെ കൊടുത്ത് അടുക്കളയിലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് അറിയാതെ ഞാൻ 7 മണിക്ക് കൃത്യം 7 മണിക്ക് പ്രാർത്ഥിക്കാൻ പോകും. പ്രാർത്ഥന ചിലപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിരുന്നു, 9 മണി വരെയൊക്കെ തുടരാറുണ്ട്. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ അന്നത്തെ കാര്യങ്ങളെല്ലാം ദൈവത്തോട് പറയും, സംഭാഷണം അതാണല്ലോ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ചില ദിവസങ്ങൾ കഴിയുമ്പോണ്ടല്ലോ ടൈം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാമെങ്കിൽ ആ കൃത്യം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ഇത്ര ദിവസമാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സും തമ്മിൽ അടുപ്പമാകുന്നതനുസരിച്ച് എത്ര പെട്ടെന്നാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ദൈവശബ്ദം നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. മുറിയിൽ ദൈവസാന്നിധ്യം കൊണ്ട് നിറയും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ദിവസം എൻ്റെ ബ്രദറിൻ്റെ മാരേജ് വൈകുന്നേരം ഈവനിങ്ങിൽ പാർട്ടി നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ഇന്ന് നിൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറ്റണില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ഫുഡ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ അങ്ങ് ദൈവസാന്നിധ്യം വന്ന് നിറഞ്ഞു. എനിക്ക് മാത്രമേ അത് മനസ്സിലായുള്ളൂ. അത്രയ്ക്ക് നമ്മൾ ഞാൻ പറഞ്ഞില്ല, ദൈവസാന്നിധ്യത്തെ കൊതിച്ച് ഇപ്പം ഞാൻ കാറിൽ കയറുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് കാറിൽ കയറി ഇങ്ങനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ആണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കാമല്ലോ എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ കാറിൽ കയറും. അടുക്കളയിൽ വരുമ്പോൾ അവിടെയുണ്ട്, ബെഡ്റൂമിൽ വരുമ്പോൾ അവിടെയുണ്ട്, വാഷ്റൂമിൽ ചെന്നാൽ അവിടെയുണ്ട്. ഇവിടെ വേണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കൊണ്ടു നടക്കാം. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം വരും. തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം വരും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ദൈവം വളരെ ഭംഗിയായിട്ട് മധുരതരമായിട്ട് നമ്മൾ ഇടപെടും. നമ്മുടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം മാറും.